My name is Anil Menon, and I am a NASA astronaut. ഒരു ഡോക്ടർ, ഒരു സൈനിക ഓഫീസർ, ഒരു എവറസ്റ്റ് രക്ഷാപ്രവർത്തകൻ, ഇപ്പോൾ ഒരു ബഹിരാകാശ യാത്രികൻ. ഇന്ത്യൻ വംശജനും മലയാളിയുമായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ തൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 8 മാസം നീളുന്ന ഈ ദൗത്യം വെറുമൊരു സ്പേസ് മിഷൻ മാത്രമാണോ? അതോ ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യ ദൗത്യങ്ങൾക്ക് വഴികാട്ടുന്ന നിർണായക പരീക്ഷണശാലയാണോ? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. അമേരിക്കയിലെ മിനിയാപോളിസിൽ ജനിച്ച അനിൽ മേനോന്റെ പിതാവ് ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരനും മാതാവ് യുക്രൈനിയൻ വംശജയുമാണ്. തൊഴിലിൽ അദ്ദേഹം ഒരു എമർജൻസി മെഡിസിൻ ഡോക്ടറാണ്. അതോടൊപ്പം അമേരിക്കൻ സ്പേസ് ഫോഴ്സിലെ കേണലുമാണ്. 2021 നാസ അദ്ദേഹത്തെ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുത്തത്. അതിനു മുൻപ് അദ്ദേഹം സ്പേസ് എക്സിൽ ആദ്യ ഫ്ലൈറ്റ് സർജൻ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് സുരക്ഷിതമായി അയക്കുന്നതിനുള്ള വൈദ്യശാസ്ത്രപരമായ ഒരുക്കങ്ങളിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടായിരുന്നു. ജൂലൈ 14 കസാക്കിസ്ഥാനിലെ ബൈക്കണൂർ കോസ്മോഡ്രോമിൽ നിന്ന് റഷ്യയുടെ സോയ്സ് MS-29 പേടകത്തിലാണ് അനിൽ മേനോൻ യാത്ര ആരംഭിച്ചത്. അദ്ദേഹത്തോടൊപ്പം റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളായ പ്യോട്ടർ ഡ്യൂബ്രോവും അന്ന കിക്കിനിയുമുണ്ട്. ഏകദേശം 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി ഡോക്ക് ചെയ്തു. ഈ സംഘം ഏകദേശം 8 മാസം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിച്ച് 2027 ഏപ്രിലിലാണ് ഭൂമിയിലേക്ക് മടങ്ങിവരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്റർ വേഗത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഭ്രമണപഥ ഗവേഷണ കേന്ദ്രമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അഥവാ ISS. അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ജപ്പാൻ, കാനഡ എന്നിവയുടെ സംയുക്ത സംരംഭമാണിത്. സൂക്ഷ്മ ഗുരുത്വാകർഷണ സാഹചര്യത്തിൽ മനുഷ്യ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു? പുതിയ സാങ്കേതിക വിദ്യകൾ ബഹിരാകാശത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു? ഭാവിയിൽ ചന്ദ്ര, ചൊവ്വ ദൗത്യങ്ങൾക്ക് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം? ഇത്തരം നിർണായക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ ലബോറട്ടറിയാണ് ISS. അടുത്ത 8 മാസത്തിനിടെ അനിൽ മേനോനും സംഘവും നിരവധി പരീക്ഷണങ്ങൾ നടത്തും. അതിൽ പ്രധാനമായവ ഇവയാണ്: ദീർഘകാല ബഹിരാകാശ ജീവിതം മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന പഠനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണം, മൈക്രോഗ്രാവിറ്റിയിൽ പുതിയ വസ്തുക്കളുടെയും സെമി കണ്ടക്ടർ നിർമ്മാണത്തിൻ്റെയും പഠനം, ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും പോകുന്ന ദൗത്യങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ സാങ്കേതിക സംവിധാനങ്ങളുടെ പരിശോധന, ബഹിരാകാശത്ത് കുടിവെള്ളത്തിൽ നിന്ന് ഇൻട്രാവീനസ് ദ്രാവകം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും പരീക്ഷിക്കും. അനിൽ മേനോന്റെ ജീവിതം അസാധാരണമാണ്. അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഹിമാലയൻ റെസ്ക്യൂ അസോസിയേഷനൊപ്പം എവറസ്റ്റ് മല കയറുന്നവർക്കായി വൈദ്യസഹായവും നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ 1 വർഷം താമസിച്ച് പോളിയോ വാക്സിനേഷൻ പദ്ധതികളിലും പങ്കെടുത്തിട്ടുണ്ട്. വൈദ്യശാസ്ത്രം, സൈനിക സേവനം, ബഹിരാകാശ ശാസ്ത്രം ഈ 3 മേഖലകളിലെയും അനുഭവമാണ് അദ്ദേഹത്തെ നാസയുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അനുയോജ്യനാക്കിയത്. അനിൽ മേനോൻ അമേരിക്കൻ പൗരനാണെങ്കിലും പാലക്കാട്ടുകാരനായ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ വേരുകൾ ഭാരതീയർക്ക് അഭിമാനമാണ്, പ്രത്യേകിച്ചും മലയാളികൾക്ക്. കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നിവരുടെ പാതയിലൂടെ മറ്റൊരു ഇന്ത്യൻ വംശജനാണ് ഇന്ന് ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായക പങ്കുവഹിക്കുന്നത്. ഇത് ഇന്ത്യയിലെ യുവശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും വലിയ പ്രചോദനമാണ്. അതേസമയം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സ്വന്തം മനുഷ്യ ബഹിരാകാശ പദ്ധതികൾക്കും ഇത്തരം അന്താരാഷ്ട്ര ദൗത്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രീയ പഠനങ്ങൾ വിലപ്പെട്ട അനുഭവമാകും. ലോകരാഷ്ട്രീയം പല മേഖലകളിലും സംഘർഷപൂർണ്ണമാണെങ്കിലും ബഹിരാകാശത്ത് സഹകരണം തുടരുന്നതിന് അതൊന്നും തടസ്സമാകുന്നില്ല. അമേരിക്കൻ നാസ ബഹിരാകാശ സഞ്ചാരിയും റഷ്യൻ കോസ്മോനോട്ടുകളും ഒരേ സോയുസ് പേടകത്തിൽ ISSലേക്ക് യാത്ര ചെയ്യുന്നത് ശാസ്ത്രലോകത്തിലെ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തമായ ഉദാഹരണമാണ്. അല്ലെങ്കിലും ഭൂമിയിലെ അതിർത്തികൾ ബഹിരാകാശത്ത് ഇല്ലല്ലോ. അവിടെ രാജ്യങ്ങളെക്കാൾ വലുത് ശാസ്ത്രമാണ്.
ഡോക്ടറും സൈനിക ഉദ്യോഗസ്ഥനുമായിരുന്ന അനിൽ മേനോൻ ഇന്ന് മനുഷ്യരാശിയുടെ ഭാവി ബഹിരാകാശ യാത്രകൾക്ക് അടിത്തറ പാകുന്ന ഗവേഷണങ്ങളുടെ ഭാഗമാണ്. അടുത്ത 8 മാസത്തിനിടെ അദ്ദേഹം നടത്തുന്ന പരീക്ഷണങ്ങൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ സുരക്ഷിതമായി എത്തിക്കാനുള്ള പുതിയ വഴികൾ തുറന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിയുടെ ബഹിരാകാശ യാത്ര മാത്രമല്ല, മാനവരാശിയുടെ അടുത്ത വലിയ ചുവടുവയ്പിലേക്കുള്ള ഒരു നിർണായക ദൗത്യം കൂടിയാണ്.